നമ്മുടെ കേരള റോഡുകൾ ചോരക്കളമായി മാറുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് നാളുകളായിട്ട് കുറച്ച് നാളുകളല്ല കുറേയേറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഇഷ്ടം പോലെ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, അതിനനുസരിച്ച് അപകടങ്ങളും കൂടുന്നു. അതായത് ഇന്ന് റോഡിലൂടെ നടക്കാൻ പേടിയാണ്. കാരണം നമ്മൾ മാത്രം ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാൽ പോരാ, ഓപ്പോസിറ്റ് വരുന്ന ആൾ ഏത് ലെവലിലാണ് വണ്ടി ഓടിക്കുന്നത് ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ. എന്നാലോ ആക്സിഡന്റ് ആയാലും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഇവനൊക്കെ പോലെ കഞ്ചാവോ കള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും, ചിലപ്പോൾ അതിനെക്കുറിച്ച് വെച്ച് ചിലപ്പോൾ നമ്മളൊന്ന് പൂളിട്ട് പോകും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ ശോച്യാവസ്ഥ അല്ലെങ്കിൽ വാഹനങ്ങളുടെ അവസ്ഥ. നമ്മളിപ്പോൾ ഒരുത്തനും ഓവർ സ്പീഡിൽ വന്ന് വണ്ടി ഓടിച്ചിട്ട് ഇടിക്കുവാണെങ്കിൽ നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് അവനെ നോക്കി ചിരിച്ചു കാണിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗത്തിന് ശ്രീകണ്ഠൻ നായർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്താണ് ചെയ്യാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് മറ്റേ മുൻപെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വാക്കുകൾ അല്ലെങ്കിൽ വാഗൊണ്ടുള്ള സംസാരം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളുമായിട്ടാണ് കരുതി നടക്കുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ റോഡിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ നടക്കുന്ന അപകടങ്ങളുടെ കാര്യം പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ നോക്കിയാലും അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയും അല്ലെങ്കിൽ അപകട നിരക്ക് കൂടുതലാണ്. അത് മറ്റൊന്നുകൊണ്ടല്ല, സ്വാഭാവികമായിട്ടും റോഡുകളിൽ കൂടുന്നു, അതനുസരിച്ച് വാഹനങ്ങൾ കൂടുന്നു. മറ്റത് കൂടുതലും ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അത് എല്ലാ സമയത്തും അതിൻ്റെ അൺഅവൈലബിലിറ്റി മൂലം കൊണ്ട് തന്നെ എല്ലാവർക്കും സമയത്തിന് വിലയുണ്ട്. അവരുടെ സമയത്തിന് വില അവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന സമയത്തിന് ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ പുറത്ത് തന്നെയാണ് എല്ലാവരും ഈ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്, അല്ലേ? അതെ അതെ. എന്തായാലും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി വി ഗണേഷ് കുമാർ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ്. അദ്ദേഹം സധൈര്യപൂർവ്വം കുറേയധികം നിയമങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യത്തെ ഒരു രീതി നിലയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും നിങ്ങൾ ഒരു ബോധവൽക്കരണ വീഡിയോ, അതായത് സെലിബ്രിറ്റികൾ എല്ലാവരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ താരങ്ങൾ എല്ലാവരും തന്നെ ഒരു വീഡിയോ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ സ്വന്തം ചിലവിൽ, അല്ലെങ്കിൽ നമുക്കതിന് വലിയ കാശ് മുടക്കൊന്നുമില്ല, എല്ലാവരും അയച്ച് അദ്ദേഹത്തിന് കൊടുക്കണം. അത് അല്ലെങ്കിൽ അവനവൻ്റെ വീഡിയോയുടെ മുമ്പിൽ അത് ആദ്യം പറയണം എന്ന രീതിയിൽ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് എത്ര പേര് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ചെയ്താൽ തന്നെ കുറേയധികം ആൾക്കാരിലേക്ക് ഈ ഒരു ക്ലാസ്സുകൾ പോകുമായിരുന്നു. ബട്ട് നമ്മുടെ കേരളീയരുടെ സ്വഭാവം അനുസരിച്ച് പൗർണമി ഈ ഉപദേശം അങ്ങോട്ട് കേൾക്കാൻ വലിയ മടിയാണ്. നമ്മുടെ നാട്ടിൽ ഉപദേശിച്ചാൽ അവർ ഏക്കുകയില്ല. പക്ഷേ നല്ല ചുട്ടടി കിട്ടുന്ന നാട്ടിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾ ഭയങ്കര ഡീസൻ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UAE, അറബ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ഈ മലയാളികളിൽ ഒരു 99% ആൾക്കാർക്കും വണ്ടിയും ഉണ്ട്, 4 വീലർ ഡ്രൈവ് അറിയാവുന്നവരുമാണ്, 4 വീലർ ലൈസൻസും ഉണ്ട്. അതെങ്ങനെ അവർക്ക് കിട്ടുന്നു? അവിടെ കർശന നിയമങ്ങളാണ്. പക്ഷേ അവിടെ സീറ്റ് ബെൽറ്റ് ഇടാതെയോ റോഡിലെ ലൈൻ തെറ്റിച്ചോ സീബ്ര ക്രോസിൽ സ്റ്റോപ്പ് ചെയ്യാതെ പോയാലുണ്ടല്ലോ അവിടെ കിടക്കാൻ ജീവിതകാലം മുഴുവനും, ഇല്ലെങ്കിൽ മില്യൺസ് റുപ്പീസാണ് ഫൈൻ. അപ്പോൾ അത് മലയാളിക്ക് അനുസരിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടല്ലേ ഇതൊന്നും ഇവരനുസരിക്കാത്തത്? തീർച്ചയായും അതിനകത്തൊരു തർക്കമില്ല. കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ നിയമങ്ങളെ കുറ്റം പറയുന്നു എന്ന് കരുതരുത്. പക്ഷേ തീർച്ചയായിട്ടും ഈ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയാൽ ഒരുമാതിരിപ്പെട്ട അപകടങ്ങളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും ഇവിടെ കുറയുക തന്നെ ചെയ്യും. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സീബ്ര ക്രോസുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? ആ സീബ്ര ക്രോസിന്റെ ആ ഒരു ഭാഗത്ത് പോയി നിന്ന് കഴിഞ്ഞ് ക്രോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന വണ്ടികൾ അവിടെ ആളുണ്ടെങ്കിൽ നിർത്തി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം. എത്ര പേര് 100-ലോ 1000-ലോ ഒരാൾ നിർത്തിയാൽ നിർത്തി എന്ന് പറയാം. പക്ഷെ സീബ്ര ലൈനിൽ നിൽക്കുമ്പോൾ പോലും കൈ കാണിച്ചോ അല്ലെങ്കിൽ എത്രയോ സമയം അതിനുവേണ്ടി മെനക്കെടണം, ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ പോലും അങ്ങ് എത്ര സ്പീഡിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് എന്താ? സീബ്ര ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ആളുകൾക്ക്. അപ്പോൾ അവിടെ ആളുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിൽക്കുന്ന ആളുകൾക്ക് വേണം പ്രയോറിറ്റി കൊടുക്കാൻ, വരുന്ന വാഹനം അവിടെ നിർത്തി കൊടുക്കണം എന്നതാണ് നിയമം. പക്ഷെ ഇവിടെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? ഇവിടെ വാഹനങ്ങൾ ദിവസേന കൂടുന്നുണ്ട്, ഇവിടെ അപകടങ്ങൾ ദിവസേന കൂടുന്നുണ്ട്. പക്ഷേ വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചാണോ അത് ഫോളോ ചെയ്യുന്നുണ്ടോ അറിയില്ല. ഇപ്പം ശാരിക പറഞ്ഞ പോലെ നമ്മുടെ ഗതാഗത മന്ത്രി പുതിയ കുറേ അറിയിപ്പുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇനി പ്രൈവറ്റ് ബസ്സുകളിലും ഒരു കണ്ടക്ടറിനും അല്ലെങ്കിൽ ക്ലീനർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഓരോ ബോധവൽക്കരണ ക്ലാസ്, ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന്. നല്ലത് തന്നെ. അതിന്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, KSRTC ബസ്സിൽ ഓൾറെഡി ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതാണ്, അത് ഇനി പ്രൈവറ്റ് ബസ്സിലും വേണം. എന്തൊക്കെ ബോധവൽക്കരണം ഏതൊക്കെ രീതിയിൽ എങ്ങനെ ട്രെയിനിങ് കൊടുത്താലും
നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെ പോലെ തന്നെയുള്ളൊരു ജീവനെയാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു വില നമ്മൾ മനസ്സിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം തന്നെ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ശാരിക ശ്രദ്ധിച്ചില്ലേ? കാരണം ഈ പറയുന്ന അദ്ദേഹം പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CCTV ഫുട്ടേജിൽ അദ്ദേഹം കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ പാഞ്ഞു പറിച്ച് ചെന്ന് 2 സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചു പാലക്കാട് തൃശ്ശൂർ റോഡിൽ. അവർ ഓൺ ദ സ്പോട്ട് മരിക്കുകയും ചെയ്തു. അപ്പോൾ അവരത് സീരിയസ് ആയിട്ട്, അതായത് കീനായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇയാൾ ആക്സിലേറ്ററിൽ തന്നെയാണ് കാല് കൊടുത്തിരിക്കുന്നത്, ബ്രേക്കിൽ ചവിട്ടിയിട്ടില്ല. അപ്പോൾ സ്ത്രീകൾ വരുന്നത് കണ്ടിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ബ്രേക്ക് ചവിട്ടാഞ്ഞെന്ന് മന്ത്രി നേരിട്ട് അയാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് 10-50 പേര് ബസ്സിലിരിപ്പുണ്ട്, അപ്പൊ അവരുടെ ജീവൻ എന്തെങ്കിലും പറ്റുന്നതിലും ഭേദമല്ലേ റോഡ് ക്രോസ് ചെയ്ത് 2 പേര് ഇടിച്ചിട്ട് അങ്ങ് പോകുന്നതെന്നാണ് പുള്ളിയുടെ ഒരു ഭാഷ. അതായത് ആ 2 പേരെയും ഇടിച്ചു കൊന്നേക്കാം. അത്ര ലാഘവത്തോടാണ് അത് പറഞ്ഞത്. 2 ജീവനുകൾ പൊളിയുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, 50 പേരെ ഞാൻ രക്ഷിച്ചല്ലോ എന്നുള്ള അഭിമാനത്തോടെ ആ കാര്യം പറയുന്നത്. എന്നാൽ അപ്പൊ മന്ത്രി പറയുന്നുണ്ട് അങ്ങനെയല്ല, അത് ഭയങ്കര തെറ്റായ നടപടിയാണ്, തെറ്റായ രീതിയാണ്. നിങ്ങൾ തീർച്ചയായും അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു. 50 പേരുടെ ഒപ്പം തന്നെ ഈ 2 പേരുടെയും ജീവൻ രക്ഷിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ആ 2 പേര് പൊയ്ക്കോട്ടെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് മരണത്തിന് കീഴടങ്ങാൻ വിട്ടുകൊടുക്കുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ക്ലിയർ കട്ടായിട്ട് ആ CCTV വിഷ്വലിൽ കാണാം, ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടേയില്ല. ഒരു പക്ഷേ ആ 2 ജീവനുകൾ അവിടെ നഷ്ടപ്പെടില്ലായിരുന്നു. ആ ബസ്സിനുള്ളിൽ ഇരുന്നവർക്ക് ചെറിയ നിസാര പരിക്കുകൾ മാത്രമേ ഏൽക്കുള്ളായിരുന്നു. 2 ജീവനുകൾ രക്ഷപ്പെട്ടേനെ. ഒരുപക്ഷെ ആ ഡ്രൈവർ ഒന്ന് ബ്രേക്കിൽ കാലമർത്തിയിരുന്നെങ്കിൽ, അല്ലേ ശാരിക? അതെ, സീരിയസ് ആയിട്ട് അവനിപ്പോ വളരെ ലാഘവത്തോടെ പറഞ്ഞല്ലോ, മറിച്ച് അവന്റെ മകളോ അവന്റെ ഭാര്യയോ അവന്റെ അമ്മയോ ആയിരുന്നോ ക്രോസ് ചെയ്തിരുന്ന 50 പേരെ ശ്രദ്ധിക്കില്ലായിരുന്നു, തീർച്ചയായും ശ്രദ്ധിക്കില്ല. അപ്പൊ അതൊക്കെ വെറും ഒരു മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്. അതായത് മരിക്കുന്നവരങ്ങ് മരിച്ചോട്ടെ, തന്റെ ആരും അല്ലല്ലോ മരിക്കുന്നതെന്നുള്ള, അതായത് ഒരു നായയുടെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ജീവന് പോലും നമ്മൾ മനുഷ്യർ, ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ മനുഷ്യർ വില കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ നഗ്നമായ സത്യമാണ്, നമ്മൾ അംഗീകരിച്ചു വരും. പക്ഷേ അങ്ങനെ അങ്ങ് പോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടാണ് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. അദ്ദേഹം ആദ്യം മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും ബോധവൽക്കരണ വീഡിയോകൾ അയക്കണം. അതൊന്ന്. രണ്ടാമത്തെ നടപടിയായിട്ട് ഇപ്പോൾ അടുത്ത് ഇറക്കി കഴിഞ്ഞു പൗർണമി. ഇനി സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ യഥേഷ്ടമാണ് എടുത്ത് വിൽക്കുന്നത്, മറിച്ച് വിൽക്കുന്നത്. പഴകിയ വണ്ടികൾ ഇന്ന് പഴയ പ്രീമിയം വണ്ടികളെല്ലാം വെറും 1 ലക്ഷം രൂപയെ താഴെ അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് എടുത്തിട്ട് ആൾക്കാർ പൊളിച്ച് വലിയ സൗണ്ട് വൂഫറും മഫ്ലറും ഒക്കെ വെച്ച് ഈ ലൈറ്റ് സിസ്റ്റം ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് പോകുന്നത് കാണാം. പക്ഷേ ഇതിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? ഇതിന്റെ ഓണർ, പല ഓണർമാർ മാറിയായിരിക്കാം ഈ പറയുന്ന പോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർസ് വിൽക്കുന്നതിന് പുതിയ നയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ചുമ്മാ അത് വിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഇത്ര ഫീസ് സർക്കാരിലേക്ക് കെട്ടിവെക്കണം. കാരണം പ്രീമിയം വണ്ടികൾ മാത്രം വിൽക്കുന്ന പ്രീ ഓൺഡ് കമ്പനികളുണ്ട് കൊച്ചിയിലൊക്കെ. അതോടെ തന്നെ സാധാരണ, അതായത് മാരുതിയുടെ തന്നെ ട്രൂ വാല്യൂ ഷോപ്പുകൾ, എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ മാരുതിയുടെ മാത്രം വണ്ടികൾ, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് അവിടെ വിൽക്കപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഇനി അങ്ങോട്ട് ഈ നിയമം ബാധകമാണ്. കാരണം മിക്കപ്പോഴും ഈ വണ്ടി മേടിച്ച് 50,000 രൂപ കൊടുത്താൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടും, ഒരു ആൾട്ടോ കിട്ടും, അല്ലെങ്കിൽ ഒരു വാഗണർ കിട്ടുമെങ്കിൽ 50,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് അവൻ 50 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് കടത്താനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കടത്തുമ്പോൾ ഈ ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രജിസ്റ്റേർഡ് അല്ലാത്തൊരു കമ്പനിയിൽ നിന്നാണ്, പ്രീ ഓൺഡ് കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവൻ ഇതെന്തും ചെയ്യാം. അവരെ പിടിച്ചു കഴിയുമ്പോൾ പഴയ ഓണറുടെ തലയിലേക്ക് ചെല്ലും. കാരണം ഓണർ ഹൈപ്പോത്തിഫിക്കേഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോത്തിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാഹനം നമ്മുടെ പേരിലേക്ക് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ആ വിൽക്കുന്ന ആരാണോ വാങ്ങിക്കുന്ന അയാളുടെ പേരിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ആ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാത്തടത്തോളം കാലം എന്ത് കൊള്ളരുതായ്മ ഈ കാറിന്റെ പേരിൽ കാണിച്ചാലും, അത് ജാമ്യമില്ലാത്തതായാലും ജാമ്യമുള്ളതായാലും, ഈ പഴയ ഓണറുടെ തലയിലെടുത്തിട്ട് ചെല്ലും, മറ്റവൻ രക്ഷപ്പെടുകയും ചെയ്യും ആ ഗ്യാപ്പിനുള്ളിൽ. അതിനും ഒരു പൂട്ടിട്ടേക്കാണ്. അതെ, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രൈവറ്റ് ബസ്സിലെ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ഒരു ബിഹേവിയർ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ. ഞങ്ങളുടെ നാട്ടിലെ ആ കോട്ടയം ഏരിയയിലെ ബസ്സുകാരൊന്നും നമ്മളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറ്റില്ല. പക്ഷേ നമുക്ക് പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. എറണാകുളം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആലപ്പുഴ അങ്ങനെയുള്ളതൊക്കെ ചില പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോഴത്തേക്ക് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം, അത് അവരെ ഒരു ബിഹേവിയറൽ തെറാപ്പി പഠിപ്പിക്കണമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവരാളോട് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊരു ബോധവൽക്കരണ ക്ലാസ് ഇവർക്ക് കൊടുക്കണം. പിന്നെ ഉറപ്പായിട്ടും ഇവരുടെ വീട്ടിൽ ഒരു പോലീസ് പരിശോധനയുടെ ആവശ്യമുണ്ട്, പോലീസ് ഇൻസ്പെക്ഷൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇവർ നേരത്തെ കുറ്റവാളികളല്ല, അല്ലെങ്കിൽ ഒരു കുറ്റത്തിലും പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവം എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള കുറ്റവാസനകൾ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രതികളാക്കപ്പെട്ട ആൾക്കാർ ഓടിക്കേണ്ട ഒരു വാഹനമല്ല പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ബസ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേ ശമ്പളവും കാര്യങ്ങളൊന്നും അവർക്കില്ലെന്ന് പറഞ്ഞാലും ട്രാൻസ്പോർട്ട് ബസ് പോലെ തന്നെ, അല്ലെങ്കിൽ അതുക്കും മേലെയും പല സ്ഥലങ്ങളിലും ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ ഡ്രൈവർ ആയിരിക്കുകയും ക്ലീനർ ആയിരിക്കുകയും അല്ലെങ്കിൽ കണ്ടക്ടർ ആയിരിക്കുകയും ഇരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവവും എക്സ്ട്രീമായിട്ട് കീനായിട്ട് പോലീസുകാർ വാച്ച് ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ അതിലിരിക്കുന്ന ആൾക്കാരുടെ ജീവന് ആപത്താണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.
അതോടൊപ്പം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന അടുത്ത നിയമം എന്ന് പറഞ്ഞാൽ ടാക്സി ഓടിക്കുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി, ഒരു പോലീസ് വെരിഫിക്കേഷൻ. നമുക്ക് പാസ്പോർട്ടൊക്കെ തരുമ്പോൾ നമ്മുടെ വലിയ കുറ്റകൃത്യങ്ങളൊന്നും നമ്മൾ പെട്ടിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി ഒരു പോലീസ് വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് വേണം. കാരണം ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അത് ഓടിക്കാൻ ഞാൻ ഈ ആൾക്കാർ വണ്ടിയൊക്കെ കൊണ്ട് അലക്ഷ്യമായിട്ട് ഉരച്ചുകൊണ്ട് പോകുമ്പോഴും ഭയങ്കര സ്പീഡിൽ പോകും. ഞാൻ എങ്ങനെ ഇങ്ങനെ പറ്റുന്നു? കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു AC-യുടെ നോബ് തിരിക്കാൻ വേണ്ടി പോയാൽ പോലും പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്ത വണ്ടിയാണെങ്കിൽ അറിയാതെ ബ്രേക്ക് ചവിട്ടി പോകും കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക്. അങ്ങനെയുള്ളടത്ത് എങ്ങനെയാണ് ഫോണും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലവർക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ വണ്ടി ഓടിക്കാൻ? അപ്പോൾ അത്രയും ശ്രദ്ധ വേണ്ട ഒരു പ്രവൃത്തിയെ അത്രയും പ്രൊഫഷണലായിട്ട് ആൾക്കാർ മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഏത് നാട്ടിൽ കിടക്കുന്നതിനും ഏത് ക്രിമിനൽസിനും ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാകരുത് 2 വീലറും 4 വീലറും എന്നതും ഗണേഷ് കുമാർ അവിടെ എടുത്തു. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുമെങ്കിൽ ഇവന്മാരുടെയൊക്കെ ബാക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ ലൈസൻസ് കൊടുക്കുന്ന കാര്യങ്ങളായാലും പൊതുനിരത്തിൽ വണ്ടി ഇറക്കുമ്പോൾ ഇവരുടെ ഈ ഒരു ക്രിമിനൽസിന്റെ കൂടെയാണോ നമ്മൾ യാത്ര ചെയ്യേണ്ടത്? അല്ല. നമ്മളൊരു യൂബർ വിളിക്കും. എന്തുകൊണ്ടാണ് യൂബർ ടാക്സി വിളിക്കുമ്പോൾ പല പെൺകുട്ടികളും റേപ്പ് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന സംഭവങ്ങൾ. എന്താ കാര്യം? ബിക്കോസ് അവർ ഒരിക്കലും ഒരു ഡ്രൈവർ വെരിഫിക്കേഷൻ ഇല്ല. അത് മാത്രമല്ല, അവർക്ക് തൽക്കാലത്തേക്ക് ഒരു ഇടത്താവളം നിലയിലാണ് യൂബർ ഡ്രൈവറായിട്ടൊക്കെ കയറുന്നത്. അല്ലാതെ അവർക്ക് യാതൊരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയോ ചെക്കിങ്ങോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ജോലിയോടുള്ള കമ്മിറ്റ്മെന്റും ഇല്ല. അവരൊരു ഗുണ്ടാപ്പണി കാണുന്ന പോലെ അതേ ഒരു ലാഘവത്തോടു കൂടിയാണ് അവർ ടാക്സി ഡ്രൈവർ. അതായത് ഏത് അണ്ടനും അടകോടനും വണ്ടി ഓടിക്കാം, ഏതവനും. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് മോശപ്പെട്ട രീതിയിലാണ് ഒരു ഗിയർ കൈകാര്യം ചെയ്യുന്നതും ഒരു വണ്ടി ഓടിക്കുന്നത്. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ലോറി ഡ്രൈവർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് കിട്ടുന്നതെന്ന് ചിന്തിക്കും. ഇവർക്ക് ലൈസൻസ് ഉണ്ടോ? ഇതിനൊക്കെ ഒരു കൃത്യമായ അന്വേഷണവും സമഗ്രമായിട്ടുള്ള ചെക്കിങ്ങും പോലീസ് വെരിഫിക്കേഷനും ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ നിരത്തുകളിൽ പൊലിയുന്ന ജീവന് ഒരു അറുതി ഉണ്ടാവത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്രിമിനൽസുകൾ വാഴുന്ന ഒരു പൊതുവിടമായി നമ്മുടെ പൊതു റോഡുകൾ മാറുന്ന ഒരവസ്ഥ വിദൂരമല്ല.